ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് സർബത്താണിത്. അപ്പോൾ ഈ ഒരു സർബത്ത് കുടിച്ചാൽ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലാക്ക് കസ്കസ് കുതിർത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള പൂവമ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല, എത്രയാണോ വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ആപ്പിൾ ഒന്നെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി വേറെ നിങ്ങൾക്ക് കൂടുതൽ ഫ്രൂട്ട്സ് വേണമെങ്കിലൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൂവമ്പഴവും ആപ്പിളും ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നാരി സിറപ്പ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നന്നാരി സിറപ്പൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ആവശ്യത്തിന് നന്നാരി സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തണുപ്പിന് ആവശ്യമായിട്ട് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ഗ്ലാസ്സിലും ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഡ്രിങ്കാണിത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സർബത്താണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്